അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഷുവർട്ടി അദ്ദേഹം ഈ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി അനുസരിച്ചുള്ള ലയബിലിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെ ആ ലയബിലിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബൈ റിവോക്കേഷനാണ്. റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ഷുവർട്ടിക്ക് തന്നെ നോട്ടീസ് കൊടുത്തിട്ട് ആ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. പക്ഷേ സിംപ്ലി അദ്ദേഹത്തിന് പുറത്ത് കിടക്കാൻ പറ്റില്ല, എല്ലാ കേസുകളിലും പറ്റില്ല. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഉള്ള കേസുകളിലാണെങ്കിൽ, അതായത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് ഉള്ള കേസുകളാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കോൺട്രാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് അതിൽ ഞാൻ ഇനി ലയബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് പുറത്തു വരാം. പക്ഷേ അതിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ സ്പെസിഫിക് ടേം ഓഫ് നോട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നോട്ടീസ് പീരീഡ് പറഞ്ഞിട്ടുണ്ടാകും. ആ നോട്ടീസ് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ 30 days നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ 15 days നോട്ടീസ് പീരീഡിൻ്റെ ഉള്ളിൽ നോട്ടീസ് കൊടുത്തിരിക്കണം എന്ന് ഒരു ടേം ഉണ്ട് ഓൾറെഡി കോൺട്രാക്റ്റിലെങ്കിൽ അതനുസരിച്ച് വേണം ചെയ്യാൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ട് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തു വരാവുന്നതാണ്, ലയബിലിറ്റിയിൽ നിന്ന് പുറത്തു വരാവുന്നതാണ്. പക്ഷേ അപ്പോഴും ഓൾറെഡി കഴിഞ്ഞ ട്രാൻസാക്ഷൻസിൽ എല്ലാം തന്നെ അദ്ദേഹം ലയബിളായിരിക്കും. അതാണ് ഒന്ന്. അത് സെക്ഷൻ 130 ആണ് പറയുന്നത്. 130 അത് മറക്കരുത്. രണ്ടാമത്തത് ഡെത്ത് ഓഫ് ദി ഷുവർട്ടി. ഷുവർട്ടി മരിച്ചു പോവാം. ഷുവർട്ടി മരിച്ചു പോകുന്ന കേസിനകത്ത് ഇതേപോലെ തന്നെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കേസുകളിലാണെങ്കിൽ ഓൾറെഡി സംഭവിച്ച ട്രാൻസാക്ഷൻസിൽ എല്ലാം തന്നെ ഷുവർട്ടിയുടെ എസ്റ്റേറ്റ് ലൈബിളാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ്, അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ എല്ലാം തന്നെ ലൈബിളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുകളൊന്നും തന്നെ ലൈബിളായിരിക്കില്ല. ഓക്കെ, അത് സെക്ഷൻ 131 ആണ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ബൈ കോൺട്രാക്റ്റ് ഓഫ് ദി ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ കൊണ്ടുവരികയാണ്, ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ കൊണ്ടുവരികയാണ്. അത് ഷുവർട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററുമായിട്ട് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റിൽ കൊണ്ടുവരുവാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ആ വേരിയേഷന് ശേഷം സംഭവിച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൽ നിന്നും ഷുവർട്ടിക്ക് മാറി നിൽക്കാൻ പറ്റും, അദ്ദേഹത്തിന് അതിന് ലൈബിൾ ആയിരിക്കില്ല. ഓക്കെ, അത് സെക്ഷൻ 133. ബൈ റിവോക്കേഷൻ 130, ഡെത്ത് 131, കോൺട്രാക്റ്റ് ഓഫ് ദി ക്രെഡിറ്റർ 133. ഓക്കെ, ഇനി ബൈ റിലീസ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇപ്പോൾ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ റിലീസ് ആവുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡിസ്ചാർജ് ആയി എന്ന് വിചാരിച്ചോ. അങ്ങനെ വരുമ്പോൾ ഒബിയസ്ലി നമ്മളുടെ ഷുവർട്ടിയും അതിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഷുവർട്ടിയും ആ ഒരു ലയബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റും. കാരണം പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ് മെയിൻ ലയബിലിറ്റി. ആർക്കാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് വഴിയോ അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ എന്തെങ്കിലും ഒമിഷൻ വഴിയോ ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നെ കോൺട്രാക്റ്റിൽ നിന്നും ആ ഒരു ലയബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടുവാണെങ്കിൽ ഒബിയസ്ലി ഷുവർട്ടിയും അതിനൊപ്പം തന്നെ രക്ഷപ്പെടുന്നതാണ്. പിന്നെ 139 ആണ് അടുത്ത സെക്ഷൻ പറയുന്നത്. 139 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സ് ആക്ട് ഇംപയറിംഗ് ഷുവർട്ടീസ് റെമഡി. അതായത് ഷുവർട്ടിക്കുള്ള റെമഡി, ഷുവർട്ടിക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ നേരെ റെമഡീസ് ഉണ്ട്. അത് ക്രെഡിറ്റർ ചെയ്ത എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഷുവർട്ടിയുടെ ആ റൈറ്റിനെ അഫക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഷുവർട്ടിക്ക് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഡിസ്ചാർജ് ആവാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ബി കോൺട്രാക്ട്സ് ടു ബിൽ എ ഷിപ്പ് ഫോർ സി ഫോർ എ ഗിവൺ സം ടു ബി പെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ് ആസ് എ വർക്ക് റീച്ചസ് സർട്ടൻ സ്റ്റേജസ്. എ becomes surety to C for B's due performance of the contract. C, without knowledge of A, prepays to B the last 2 installments. A is discharged by the prepayment. അതായത് ഈ ഒരു കേസിനകത്ത് എന്താണ്, ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള കോൺട്രാക്റ്റിൽ ബി സിയു ആയിട്ട് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അതിൽ എ എന്താണ്? എ ഷുവർട്ടിയാണ്. ബി എന്ന് പറയുന്ന ആൾ കറക്റ്റായിട്ട് കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് എ ആണ് അതിൽ ഷുവർട്ടി. പക്ഷേ സി എന്ത് ചെയ്തു? എ അറിയിക്കാതെ തന്നെ ലാസ്റ്റ് 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ബിക്ക്
നേരത്തെ തന്നെ കൊടുത്തു, അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊടുത്തു. ശരിക്കും കോൺട്രാക്ട് ടേംസ് അനുസരിച്ച് എന്താണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്, പക്ഷേ അതിന് മുന്നേ തന്നെ കൊടുത്തു. അപ്പോൾ എന്താണ്, അപ്പോൾ അത് ഈ എയുടെ റെമഡീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എ ഡിസ്ചാർജ്ഡ് ബൈ ദി പ്രീ പേയ്മെൻറ്റ്. ആ ഒരു പ്രീ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആരാണ് ഷുവർട്ടി അപ്പോൾ ഡിസ്ചാർജ്ഡായി മാറുകയാണ്. ഓക്കെ, ഇനി ഒബ്വിയസ്ലി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ഇപ്പോൾ ഷുവർട്ടി ഇൻസോൾവെൻ്റ് ആവുകയാണ്, ഇൻസോൾവെൻ്റ് ആണെന്ന് ഒരു കോമ്പീറ്റൻറ്റ് കോർട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് ഈ ലയബിലിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ഇനി കേസ് ലോ ആണ് നാഷണൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വേഴ്സസ് രഘുനാഥ് 1913 കേസ്. ഇതിൽ ഈ ടേംസ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനകത്ത് കീ സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒരു റീക്യാപ്പിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി 126, പിന്നെ ഷുവർട്ടിയുടെ ലയബിലിറ്റി ഏതാ പഠിച്ചത് 128, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്താണെന്നുള്ളത് 129, പിന്നെ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി 133 മുതൽ 139 വരെ, 140 റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി, 140 റൈറ്റ്സ് ഓഫ് ദ ഷുവർട്ടി അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. എല്ലാ സെക്ഷൻസും നോക്കണം, പക്ഷേ ഇതാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ്, അത് നമ്മൾ ഓൾറെഡി തന്നെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമൃത് ലാൽ ഗോവർദ്ധൻ ലാലൻ വേഴ്സസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ 1968 ഒരു റിട്ടേൺ ഗ്യാരണ്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഷുവർട്ടിയുടെ ലയബിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് ഈ കേസ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കേസസിൻ്റെ ഒരു ക്രെക്സ് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സുന്ദരം ഫിനാൻസ് ലിമിറ്റഡ് വേഴ്സസ് NEPC ഇന്ത്യ ലിമിറ്റഡ് 1999 കേസ്. അപ്പോൾ ഇതിൽ ഗ്യാരണ്ടി കോൺട്രാക്ട്സിൽ കൺസിഡറേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് വേഴ്സസ് ഡോക്ടർ മേഹ്റ, അത് 1984 ഇപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ കണ്ടക്ട് കാരണം എങ്ങനെയാണ് ഷുവർട്ടി ഡിസ്ചാർജ് ആവുന്നതിനെ പറ്റിയാണ് ഈ കേസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി മെയിനായിട്ട് ഇതിൻ്റെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസിലൊക്കെ ലോണൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ ലോൺ കൊടുക്കുമ്പോൾ വലിയ എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഓൾറെഡി തന്നെ മോർഗേജ് ചെയ്യാൻ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടാവും, അതിന് കൂടെ തന്നെ ഗ്യാരണ്ടേഴ്സിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതൊരു തരത്തിലുള്ള ഗ്യാരണ്ടി എഗ്രിമെൻ്റാണ്. ലോൺ എഗ്രിമെൻറ്റ്സ് ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട്, ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ കേസൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയുള്ള കേസുകളിലൊക്കെ. ഓക്കെ, പിന്നെ നമ്മളിതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ ഈ ആക്റ്റിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ഷുവർട്ടിയുടെ റൈറ്റ്സ്, ലയബിലിറ്റീസ്, ഡിസ്ചാർജ് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോ സ്റ്റുഡൻസിന് നമുക്കിത് ഒരു റിയൽ വേൾഡ് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ഡിസ്പ്യൂട്ട് കേസുകൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഗ്യാരണ്ടി എഗ്രിമെൻറ്റ് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളത് വെറ്റ് ചെയ്യുകയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് അറിയണം, അതിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയണം, ഓരോരുത്തരുടെ റൈറ്റ്സ്, ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.